ഇതുപോലുള്ള ആളുകളെയാണ് എനിക്ക് വേണ്ടത്. ഒരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലെങ്കിലും ആവണം. കുറേ മയിലുകൾ ലൈവിൽ വരും, കൺപോളം വീങ്ങിയിരിക്കുന്നു, അവിടെ നീര് വീഴുന്നിരിക്കുന്നു, ഇവിടെ നീര്, ആ നീര് വന്നിരിക്കുന്ന അല്ലെങ്കിൽ വയ്യ, അവരുടെ ദേഹം വയ്യ, അവർ കുറേ കാലമായിട്ട് അത് പറയുന്നുണ്ട്. അതിനുവേണ്ടിയാണ് യൂട്യൂബിനകത്തിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇങ്ങനെ വന്നിരുന്ന അവരുടെ അറിവുകൾ, രോഗവിവരങ്ങൾ, അവർക്ക് വയ്യായ്മകൾ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെക്കുറിച്ച് അവരുടെ ചിന്തകൾ, അവരുടെ ജീവിതം തന്നെ അവർ ഇതിലൂടെ പകർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് നീക്ക് മനുഷ്യജാതികളാണോ? അല്ല, എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുമോ, നിന്നെയൊക്കെ മനുഷ്യരെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഞാൻ പറയാം, എൻ്റെ സാമാനം വീങ്ങിയിരിക്കുന്നെന്ന്. അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാവരുടെ സാമാനങ്ങളും ഇങ്ങനെ വീങ്ങിയിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് അതിനുള്ള നിങ്ങൾക്ക് ഒന്നും പറ്റില്ലടോ. നിങ്ങളെ സംരക്ഷിക്കാൻ പോലും നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പറഞ്ഞിടുമ്പോൾ ഇത്തിരി ബുദ്ധിയും വിവരമുള്ളവർ എന്ത് ചെയ്യും? ഇങ്ങനെ അങ്ങോട്ട് ദാനധർമ്മം ചെയ്യും. ആ ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ ഞാനും തമ്മിൽ എന്ത് ചെയ്യും? അഞ്ജന ഇതിനകത്തുണ്ടോ? ഇന്ന് അവിടെ ജോലിക്കൂലി എനിക്ക് 3000 രൂപ എത്തിക്കണം. എന്നും നമുക്ക് പൈസ വേണം, എന്നും ക്യാഷ് വേണം. നിങ്ങളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്നും പൈസ വേണം. അതിന് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങളുടെ വീട്ടു ചെലവും നിങ്ങളുടെ എല്ലാ ചെലവുകളും നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. അപ്പം അവിടെ പണം വേണ്ടി വരുന്നു. മനസ്സിലായോ? ഇന്ന് നമുക്ക് അഞ്ജനയ്ക്ക് പൈസ കൊടുക്കാം. ഇന്നത്തെ അഞ്ജന ഇന്നലെ പിന്നെ എന്നോട് കുറേ ആൾക്കാർ വന്ന് പറഞ്ഞ് പാട്ട് പാടാൻ. ഞാൻ പാട്ട് പാടി. പക്ഷെ ആ പാട്ട് പാടാൻ പറഞ്ഞവർ ചില ആളുകളൊന്നും എനിക്ക് പണം തന്നില്ല. കാരണം അവർക്ക് മനുഷ്യരുടെ ബുദ്ധിമുട്ട് കഷ്ടപ്പാടുകളൊന്നും അറിയില്ല. പക്ഷെ അഞ്ജന എന്ന് പറയുന്ന പെൺകുട്ടി അത് ഇത്തിരി വിവരവും വിദ്യാഭ്യാസവും ബുദ്ധിയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അതിന് ഞാനൊരു 100 രൂപ അയക്കാൻ പോവാം. ആ പെൺകുട്ടി എന്നിട്ട് എനിക്ക് അതിൻ്റെ കയ്യിൽ ഉള്ള പൈസ അയച്ചു തന്നു. അപ്പം അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ബാങ്ക് മുഖേന വളർത്തേണ്ടതും. അതുപോലെ തന്നെ അവരെപ്പോലെ ഉള്ളവർക്ക് വേണം നമ്മൾ തിരിച്ച് എന്തെങ്കിലും കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ 100 രൂപ അഞ്ജന മോൾക്ക്. ഇനി ഒരു പൈസയെങ്കിലും ഇന്നെനിക്ക് 2-3 പേര് പൈസ അയച്ചു തന്നാൽ അവർക്കൊന്നും കൊടുക്കൂല. കാരണം അവരൊക്കെ ദാനധർമ്മം ചെയ്തതാണ്. അപ്പോൾ അവരുടെ ഇന്നത്തെ ദാനധർമ്മം എടുത്ത് വേണം എനിക്ക് ഇവർക്ക് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ കാശ് ഉള്ളത് കൊടുത്തു വേണം എന്നെ സഹായിക്കുന്ന മറ്റു പലർക്കും കൊടുക്കേണ്ട. അങ്ങനെ റൗണ്ട് ഇങ്ങനെ വരെ കളി. ഇനി വേറെ ആർക്കാം?